നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് രാമനവമി ആയിരുന്നത് കൊണ്ട് എക്സ്ചേഞ്ചൊക്കെ ഹോളിഡേ ആയിരുന്നു. സോ ഒരു ഹോളിഡേ ഇന്ന് ട്രേഡിംഗ് ഇല്ലാതെ പോയി. വേൾഡ് മാർക്കറ്റിലും വളരെയധികം ഒരു ചലനമൊന്നും നടന്നിട്ടില്ല. പൊതുവേ വേൾഡ് മാർക്കറ്റായ അമേരിക്കൻ മാർക്കറ്റും ബാക്കിയുള്ള മാർക്കറ്റൊക്കെ ഒരു വല്ലാത്തൊരു ഫ്ലാറ്റ് ടു ചെറിയൊരു പ്ലസ്സിലൊക്കെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ പോകുന്നത്. സോ എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ദിവസത്തെ മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാർക്കറ്റ് എങ്ങനെയായിരുന്നു ആ മാർക്കറ്റ് പോയത് നമ്മൾ പറഞ്ഞായിരുന്നു. നിഫ്റ്റി 22,368 ഹോൾഡ് ചെയ്യുമോ ചോദിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ മിനിങ്ങാന്ന് കൊടുത്തത്. ആ വീഡിയോ പ്രകാരം നിഫ്റ്റി അത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയും 22,180 മുകളിൽ അവൻ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യും. അത് പൊട്ടുവാൻ ശ്രമിച്ചു. എന്നിരുന്നാൽ പോലും അതിൻ്റെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ അവൻ ആ ബേസിൻ്റെ ഭാഗത്താണ് ക്ലോസ് ചെയ്യുന്നത്. സോ നമ്മുടെ നിഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പം കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മളിന്നലെ ഏകദേശം ഓപ്പൺ ചെയ്തത് ഈ ഭാഗത്ത് എവിടെയാണ് ഓപ്പൺ 200 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൃത്യം പറഞ്ഞാൽ 230 ആ ഭാഗത്ത് കിടന്ന് കളിച്ചതിന് ശേഷം 180 പൊട്ടുകയും 180 പൊട്ടി ഏകദേശം നമ്മുടെ സപ്പോർട്ട് സോണായ 22,095 തൊട്ട് മുകളിൽ വന്ന് തിരിച്ച് കയറുകയും 22,211 ആ റേഞ്ചിന് അവൻ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇപ്പം പൊതുവേ പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു പ്യൂർലി ഒരു ബാലൻസ്ഡ് ഡേ ആയിരുന്നു സംഭവിച്ചത്. ഇടയ്ക്കൊരു പീരീഡിൽ 12:15 1:15 ശേഷം 1:15 വരെയുള്ള പീരീഡിൽ ഒരു ചെറിയൊരു എക്സെഷൻ തന്നു. ആ എക്സെഷൻ ഫെയിലിയർ ആയിക്കൊണ്ട് ഏകദേശം ഓപ്പൺ ചെയ്ത ഭാഗത്തിന് കുറച്ച് മുകളിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സോ ഇപ്പോഴത്തെ നമ്മുടെ വേൾഡ് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് ചെറിയ ഫ്ലാറ്റിലും നമ്മൾ ക്ലോസ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ തന്നെ ചെറിയ ഫ്ലാറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ഡൗ ജോൺസും ഏകദേശം വലിയ ഡൗൺവേർഡ് വലിയ ഫ്ലാറ്റും ഇല്ല, ജസ്റ്റ് നിൽക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗത്തു നിന്ന് കുറച്ച് ഏകദേശം ഒരു 160 240 എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. സോ നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വേൾഡ് മാർക്കറ്റിലുണ്ടായ പ്രതിഫലനങ്ങളൊന്നും ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നിഫ്റ്റിയിലും വേറെ പൊതുവെ ശാന്തമായ മാർക്കറ്റായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പുതിയ ന്യൂസുകളൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ IMFൻ്റെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ GDP ഗ്രോത്ത് അവർക്കൊന്ന് കൂട്ടിയിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് വരാൻ പോകുന്നത്. സോ നമ്മൾ കൺട്രി സ്ട്രെങ്തായിട്ട് പോകുന്ന രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാത്രമാണ് നമുക്ക് വന്ന ഒരു ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ടൈറ്റിലിൽ വന്നതുപോലെ നിഫ്റ്റിയുടെ തകർച്ച തീർന്നു എന്നും അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺവേർഡ് മൂവ് കഴിഞ്ഞു എന്ന് ചോദിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ. ആ വീഡിയോ പ്രകാരമുള്ളൊരു മാർക്കറ്റ് എങ്ങനെ പോകും നോക്കാം. തകർച്ച കഴിഞ്ഞില്ലേ നമുക്ക് നോക്കണ്ടേ? നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ നിങ്ങളെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടിലേക്ക് കൊണ്ടുപോയാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ കാണുമ്പോൾ നിഫ്റ്റി കണ്ടോ പ്യൂർലി ഒരു ബാലൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു. അതുകൂടാതെ നമ്മളെ മെനങ്ങാൻ നടന്ന 22,517 നടന്ന ഈ ഫെയിൽഡ് ഓപ്ഷൻ 22,287 എന്ന് പറഞ്ഞ ആ ടാർഗറ്റിന് താഴെയാണ് ഇന്നലെ ഓപ്പൺ ചെയ്തത്. ഏകദേശം ആ ടാർഗറ്റിന് താഴെ അവ ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയും തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോവുകയും നമ്മുടെ പറഞ്ഞ 20,230 അവൻ ഒന്ന് കയറാൻ ശ്രമിച്ചു. ഏകദേശം 250 വരെ 249 ആ ഭാഗത്ത് 250 ആ റേഞ്ചിൽ ഭാഗത്ത് വരികയും തിരിച്ചിറങ്ങുകയും പീരീഡിൽ ഒരു എക്സ്റ്റൻഷൻ തരികയും ചെയ്തു. എന്നിട്ട് അവ ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്ന 22,211 പറഞ്ഞ ആ ഒരു ലെവലിലാണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. ഇന്നലത്തെ POC വന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 22,177 സോ നമുക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാസം 28 മാർച്ച് മാസത്തെ മന്ത്ലി എക്സ്പയറി അന്ന് നിഫ്റ്റി ഏകദേശം ഈ ഭാഗത്തു നിന്ന് എക്സാക്റ്റ്ലി ആ ഭാഗത്തു നിന്നാണ് കയറി ഏകദേശം 22,517 വരെ പോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് ലാസ്റ്റ് 45 മിനിറ്റിൽ നമുക്ക് 45 മിനിറ്റ്സിൽ നല്ലൊരു സെൽ ഓഫ് തന്നു, താഴേക്ക് വന്നു. എന്നാൽ തിരിച്ച് ഗ്യാപ്പ് അപ്പിൽ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുന്നത്. സോ ഏകദേശം ആ ഭാഗത്തിന് നിഫ്റ്റി ഇന്നൊരു ഡിമാൻഡ് സോണായ POC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു വരുന്ന 22,180 എന്ന് പറഞ്ഞാൽ 177 തൊട്ട് 180 എന്ന് പറഞ്ഞാൽ ഈ സോണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻറ്റ് സോണാണ്. നമുക്ക് നോക്കേണ്ടത് താഴോട്ട് ഏത് ലെവലൊക്കെ നിഫ്റ്റി സപ്പോർട്ട് ചെയ്യും നോക്കാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ വന്ന 22,113 എന്ന് പറഞ്ഞാൽ ഈ ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോയ്ക്ക് താഴെ വന്നാൽ മാത്രമേ നിഫ്റ്റിയിൽ നിങ്ങളിനി ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഇവഞ്ച്വലി ആ സെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ നിഫ്റ്റിയുടെ
970 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സി സോൺ, അതായത് 21,970 എന്ന് പറയുന്ന ഈ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ 970 എന്ന് പറഞ്ഞ ഒരു പി ഒ സി സോൺ ഈ ഭാഗത്തുണ്ട്. ഇവിടെ ഒരു 960 970 നമുക്കൊരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. ഈ ഭാഗത്തേക്കൊരു ട്രേഡ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ പി ഒ സി ആയ 22,170 താഴെ വരികയും 22,113 താഴെ വരികയും ചെയ്യുകയാണെങ്കിൽ ഈ അൾട്ടിമേറ്റ്ലി 20-ാം തീയതി മാർച്ചിൽ വന്ന പി ഒ സി ആയ 21,907 എന്ന് പറഞ്ഞ ആ ഒരു ലെവലാണ് ഇനി നെക്സ്റ്റ് ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ആക്ട് ചെയ്യുന്നത്. സോ ഇനി നോക്കേണ്ടത് 21,907 താഴെ മാത്രമേ നമ്മൾ ഇനി ഫർദർ ബിഗ്ഗർ ഡൗൺ വേർഡ് ട്രെൻഡ് വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞൊരു പർട്ടിക്കുലർ ഏരിയ, കാരണം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം 22,200 തൊട്ട് 22,000 വരെ ഏകദേശം ഒരു നിഫ്റ്റി ഒരു കുറച്ച് ഡിമാൻഡുള്ള ഏരിയയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,090 എന്ന് പറഞ്ഞ 95 എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് സോണാണ്. ഈ സപ്പോർട്ട് സോൺ കൂടെ പൊട്ടിയാൽ മാത്രമേ കുറച്ച് സെല്ലിംഗ് താഴെ വരാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് ഡിമാൻഡ് വന്ന ഏരിയയിലേക്കാണ് നിഫ്റ്റി ഇപ്പോൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഹൈക്ക് മുകളിൽ അവൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇതൊരു മൾട്ടി ഡേ FA അറ്റ് ഫെയിൽഡ് ഓപ്ഷനായിട്ട് മാറുകയും അത് ഒരു ട്രെൻഡ് ചേഞ്ചിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും ഓർത്തുള്ള FA വരുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ചേഞ്ചിനെ കുറിച്ച് വരുന്നതാണ്. സോ ഇവിടെ താഴെ ഒരു FA വരികയാണെങ്കിൽ അതൊരു ട്രെൻഡ് ചേഞ്ചായിട്ട് കണക്കാക്കുകയും ചെയ്യും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,113 എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് സോണാണ്. നാളെ നമ്മൾ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 22,250 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റായ 22,327 ഈ ലെവലും അതിനു മുകളിൽ ഈ 369 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 22,369 മുകളിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ട്രെൻഡ് അപ്വേർഡ് മൂവ് വരികയും അത് നമ്മുടെ ഈ പി ഒ സി ആയ 22,455 മുകളിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഈ 22,455 മുകളിൽ മാത്രമേ ഉള്ളൂ മീഡിയം ടൈമിൽ നമുക്കൊരു റിവേഴ്സൽ ട്രെൻഡ് വരികയും അത് നമുക്ക് 22,517 എന്ന് പറഞ്ഞാൽ ഈ FA സോണും അതിന് മുകളിൽ ഈ പി ഒ സി ആയ നമ്മുടെ ബാലൻസ് ഡേറ്റ് ഒരു പി ഒ സി ഉണ്ടല്ലോ, ആ പി ഒ സി ആയി 22,556 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാനൊരു വലിയൊരു ട്രെൻഡ് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും നമുക്ക് നല്ലൊരു ഡൗൺവേർഡ് മൂവ് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് തക്കതായ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ സോൺ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ പി ഒ സി ആയ 22,177 അതിന് താഴെ 113 ഇന്നലത്തെ ലോയും ഇമ്പോർട്ടൻ്റ് ആണ്. 22,113 താഴെ ഈ 22,295 എന്ന ലെവലും അതിന് താഴെ 21,913 907 എന്ന് പറഞ്ഞ ലെവലും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നോക്കുകയാണെങ്കിൽ മുകളിലാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയ 22,280 മുകളിൽ ഈ പറഞ്ഞ 327 അതിന് മുകളിൽ 368 ഈ 368 മുകളിലാണെങ്കിൽ ഇന്നലെ നമ്മളെ തിങ്കളാഴ്ചത്തെ പി ഒ സി ആയ 22,455 ടെസ്റ്റ് ചെയ്യാം. 22,455 മുകളിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഒരു ഈ 517 അതിന് മുകളിൽ 556 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ചാർട്ടിൽ അറിയണമല്ലോ, മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രയോജനപ്പെടണോ നമുക്കില്ലെങ്കിൽ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ മാർക്കിംഗ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എല്ലാ മാർക്കിങ്ങും പുതിയതായിട്ട് വരച്ച് വയ്ക്കാം. നമ്മളെ സംബന്ധിച്ച് ആ പുതിയ മാർക്കിംഗ് വരുന്ന സമയത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ് ആ പുതിയ മാർക്കിംഗ്. സോ ആ പുതിയ മാർക്കിംഗ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ മാർക്കിംഗ് നമുക്ക് വരുത്താം. അതുകൂടാതെ നമ്മുടെ മന്ത്ലി ഓപ്ഷൻസിലായ 22,200 തൊട്ട് 22,000 വരെയുള്ള പുട്ടിൽ നല്ല റൈറ്റിംഗ് അല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു സപ്പോർട്ട് സോണായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ലെവലായ 22,177 എന്ന് പറഞ്ഞത് പി ഒ സി സോണാണ്. അപ്പോൾ നമുക്ക് ആദ്യം പി ഒ സി സോൺ വരച്ചു വയ്ക്കും. 22,177 എന്ന് പറഞ്ഞ് ഈ പി ഒ സി സോൺ വരച്ചു. അതിന് മുകളിൽ മുകളിലോട്ട് പോകുമ്പം ഇന്നലത്തെ ഹൈ ആയ 22,248 250 എന്ന് പറഞ്ഞാൽ ഇതും അത് നമുക്ക് ബ്ലാക്ക് വരയ്ക്കുക, കാരണം മുകളിലുള്ള റെസിസ്റ്റൻസ് അല്ലേ പോകണം. അപ്പോൾ ബ്ലാക്ക് ആയിട്ട് വരയ്ക്കാനും അതിന് മുകളിൽ നമ്മളെ സംബന്ധിച്ച് ഈ 327 അതിന് മുകളിൽ അടുത്ത എത്രയാണ് നമ്മൾ പറഞ്ഞത് 368 നമ്മുടെ പഴയ ഒരു പി ഒ സി 368 ഹോൾഡ് ചെയ്ത് ചോദിച്ചാൽ ആ ഒരു പി ഒ സി 368
അതിന് മുകളിൽ 455 മെനങ്ങാന്നത്തെ പി ഒ സിയെ 455 455 കൈ കിട്ടുന്നില്ല, വരട്ടെ. ഓക്കെ, അതിന് മുകളിൽ 500 മെനങ്ങാന്നത്തെ FA പോയിൻ്റായ ഫെയിൽഡ് ഓപ്ഷനായ 517 വരാൻ പോണത്. ഓക്കെ, ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇന്നലെ ഒന്നല്ലോ 22,114, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴോട്ട് വരികയാണെങ്കിൽ അടുത്തത് 22,095. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഒരു പഴയൊരു പി ഒ സി ആണ്. ആ ഭാഗത്ത് നിന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോവാണ്. അതിന് താഴോട്ടാണെങ്കിൽ 22,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ നമ്പറായ അത് നമുക്കൊരു സപ്പോർട്ടായി വരയ്ക്കാം. ഓക്കെ, അതിന് താഴോട്ട് ഈ 21,901 എന്ന് പറഞ്ഞാൽ പഴയൊരു പി ഒ സി, അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ട ആവശ്യം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സപ്പോർട്ട്സ് ആണ് 22,113 to 95 വരെയുള്ള ഈ സപ്പോർട്ട്സ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരെയുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ 517 മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ വീണ്ടും പഴയ ഒരു ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോവുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണ്. സോ ബാങ്ക് നിഫ്റ്റി ലെവലിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മാറ്റമൊന്നുമില്ല. ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം 47,598 ലെവലിലേക്കാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,711 ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഡൗൺ ചെയ്ത മൂവ്മെൻ്റ് എല്ലാം തിരിച്ചു വരികയും ഓൾമോസ്റ്റ് 47,420 എന്ന് പറഞ്ഞ ആ സപ്പോർട്ടിന് ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ തന്നെ അവൻ ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു എ സിംഗിൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടില്ല. അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അകത്ത് തന്നെ കിടന്ന് കളിച്ചു. ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടെയും ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ 47,587 സോ ഈ 47,587 താഴോട്ട് പോകുമ്പോൾ മാത്രമേ സെല്ലിംഗ് വരുള്ളൂ. ഇല്ലെങ്കിൽ ഇവനെ സംബന്ധിച്ച് ഈ ഒരു ലെവലായ 47,842 അതിന് മുകളിൽ 47,980 അതിന് മുകളിൽ ഇന്നലത്തെ തിങ്കളാഴ്ചത്തെ പി ഒ സിക്ക് മുമ്പേ 48,137 അതിന് മുകളിൽ നമ്മുടെ പി ഒ സി ആയ 48,187 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരികയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ലോ ആയ 47,420 എന്ന് പറഞ്ഞാൽ ഈ ഇന്നലത്തെ ലോ അറിയാമല്ലോ 47,418 അതിന് താഴെ തൊട്ട് താഴെ ഈ ഒരു സപ്പോർട്ട് ഉണ്ട് 47,385 അതിന് താഴെ വീണ്ടും ഒരു സപ്പോർട്ട് ഉണ്ട്. എത്രയാണ് 47,243 അതിന് താഴെ പിന്നെ സപ്പോർട്ടില്ല. ആ അടുത്ത വരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ 47,761 പറഞ്ഞാൽ ഈ പി ഒ സി ആണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,243 പറഞ്ഞ ഈ ഒരു സോൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ 10,300-400 പോയിൻറ്റ് നമുക്ക് ഷാർപ്പായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ മാർക്കറ്റ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ സെല്ലിങ്ങിൻ്റെ ഒരു വേഗത കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഒരു ഫ്രഷർ സെല്ല് വരികയോ അല്ലെങ്കിൽ ഈ ഹൈക്ക് മുകളിൽ കടക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ട്രെൻഡിങ് മൂവ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതുവേ നമ്മളിപ്പോൾ ഒരു ബാലൻസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഡൗൺവേർഡ് മൂവിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ സെല്ലേഴ്സ് ആ ഭാഗങ്ങളിൽ ഒരു അക്സെപ്റ്റൻസ് നടത്തുന്നതിന് തെളിവാണ് ഒരു ബാലൻസ് ക്രിയേറ്റ് ആകുന്നത്. സോ അവർക്ക് ഇനി പുതിയ സെല്ലിംഗ് തരികയോ ഇല്ലെങ്കിൽ എന്ത് പറ്റും, സ്വാഭാവികമായിട്ട് സെല്ലിംഗ് ഫെയ്ഡ് ആകുമ്പം റിവേഴ്സ് പാർട്ടിയായ ബയേഴ്സ് വിൽ അവർ ടേക്കൺ കെയർ ചെയ്യുകയും മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പറഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,113 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,243 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ നല്ലൊരു ഗുഡ് ഡൗൺവേർഡ് മൂവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങളെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ രീതിയിൽ തരാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ ശ്രമിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.